അനുലോമ പ്രതിലോമ വിവാഹങ്ങളെ കുറിച്ചിട്ട് പരാമർശിക്കുന്നതാണ്. അങ്ങനെ വ്യത്യസ്തമായ ജാതികൾ ഉണ്ടായത് വ്യത്യസ്തമായ ഈ 4 വർണ്ണങ്ങൾ ഇന്റർമാരേജ് ചെയ്യുന്നതുകൊണ്ടാണ്. അനുലോമ പ്രതിലോമ വിവാഹങ്ങളിലൂടെയാണ് ഈ വിവിധങ്ങളായ ജാതികൾ ഉണ്ടായത്. അപ്പോൾ ഇങ്ങനെ രക്തം പരസ്പരം കലർന്നു എന്നതുകൊണ്ട് ഹിന്ദുക്കൾ ഒരു വംശമാണ് എന്നാണ്. അതിന് ചില ഉദാഹരണങ്ങൾക്ക് അദ്ദേഹം പറയുന്നുണ്ട്. അതേ ഭാഗത്ത് തന്നെ സവർക്കർ പറയുന്ന ഒരു കാര്യമാണ്, കേരളത്തിലെ ബ്രാഹ്മണർ ശൂദ്ര സ്ത്രീകളുമായി നടത്തുന്ന സംബന്ധം എന്നൊരു ഏർപ്പാടുണ്ട്. ഇതിനെ സവർക്കർ പുകഴ്ത്തുന്നുണ്ട് അവിടെ. അപ്പോ ഇത് എപ്പോഴാ പുകഴ്ത്തുന്നത്? 1920 മുതലാ. ഇതൊരു അനാചാരമാണ്. ഇതിനെ എതിർത്തുകൊണ്ട് ശൂദ്രപക്ഷത്ത് നിന്നുകൊണ്ട് ഇന്ദുലേഖ പുറത്തു വന്നിട്ട് 34 വർഷം കഴിഞ്ഞ ശേഷമാണ് സവർക്കർ സംബന്ധത്തെ സ്തുതിക്കുന്നത്. അതും കഴിഞ്ഞിട്ട് ഒരു 10-70 കൊല്ലം കഴിഞ്ഞിട്ട് പിന്നെയും ആൾക്കാർ ഇവിടെ സമ്മർദ്ദത്തെ സ്തുതിക്കുന്നുണ്ടുള്ള സ്വതന്ത്ര ചിന്താവേദിയാണ്. അതാണ് എന്റെ തമാശ. ഈ നമ്പൂതിരി നായർ ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തൊരു പ്രധാന സാമൂഹ്യമായിട്ടുള്ള ഇഷ്യൂ എന്ന് പറയുന്നത് കുട്ടികൾക്ക് അവകാശങ്ങളില്ല എന്നുള്ള ഒരു സോഷ്യൽ ആയിട്ടുള്ള ഈവിൾ അതിനകത്തുണ്ട്. ദാറ്റ് ക്യാൻ ബി കറക്റ്റഡ് ഇൻ കോഴ്സ് ഓഫ് ടൈം. ഇവിടെ നടക്കുന്ന ഒരു വലിയ കാര്യം നമ്മൾ കാണാൻ പോകരുത്. നമ്പൂതിരി എന്ന് പറയുന്ന ഒരു കാസ്റ്റ്, ഒരു വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെന്റ്, നായസ് എന്ന് പറയുന്ന ഒന്ന്, ഈഴവാസ് എന്ന് പറയുന്നത്, ഈ വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെന്റലായിട്ടുള്ള കാസ്റ്റുകൾക്കിടയിൽ സമ്പർക്കം ഇല്ല എന്നുള്ളതാണ് ജാതിയുടെ അടിസ്ഥാനം. ഈ സമ്പർക്കം വരുന്നതെന്ന് പറഞ്ഞാൽ ശരിക്കും പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. അത് നായന്മാർക്കും നമ്പൂതിരിമാർക്കും ഇടയിൽ മാത്രമല്ല ഉണ്ടായിരുന്നത്, നായന്മാർക്കും പുലയന്മാർക്കും ഇടയിലും പുലയന്മാർക്കും ഈഴവർക്കിടയിലും എല്ലാവർക്കും ഇടയിലും ഉണ്ടാകാതിരുന്നല്ലോ എന്ന് വ്യസനിക്കുകയാണ് നമ്മൾ വേണ്ടത്. ഇതൊക്കെ ഈ സവർക്കറിൽ നിന്ന് വരുന്ന ആശയങ്ങളാണ്. സവർക്കറും സവർക്കറിന്റെ പിന്തുടർച്ചക്കാരും ഒക്കെ പറയുന്നുണ്ട്, ഈ സംബന്ധത്തിനെ പോയിട്ടുണ്ടെന്ന് കാണാം. അപ്പോ അവരെ കുറിച്ച് ഇതിനെ പറയാനുള്ളൂ. ഇനിയും നേരം വെളുക്കാത്ത ആളുകൾ എന്ന് മാത്രമേ അതിനെപ്പറ്റി പറയാനുള്ളൂ.